ഹലോ കൂട്ടുകാരെ, ഓവൻ പോലും ഇല്ലാണ്ട് ദോശക്കല്ലിൽ വെറും ഗോതമ്പൊടി ശർക്കരയും മാത്രം ഉപയോഗിച്ച് ഇതേപോലെ പഞ്ഞി പോലെ ഇരിക്കുന്ന നല്ല കിടിലൻ കേക്ക് നമുക്കിന്ന് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് ഗോതമ്പൊടി, ആവശ്യത്തിന് ഏലയ്ക്ക, ഞാൻ 1 കപ്പിന് 3/4 കപ്പ് ശർക്കര എന്ന അളവിലാണ് എടുക്കുന്നത്. ശർക്കര പൊടിച്ചത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത് ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ഈ കറുത്ത് ഇതിൽ കിടക്കുന്നത് ആ ഏലയ്ക്ക പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണ സൺഫ്ലവർ ഓയിൽ ആയാലും മതി. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി. ചിലർക്ക് വെളിച്ചെണ്ണ ഇഷ്ടപ്പെടത്തില്ല. സോ അതിലേക്ക് അത് മിക്സ് ആക്കിയതിന് ശേഷം 1 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഗോതമ്പൊടി അല്ല മൈദയാണ് എടുക്കുന്നതെങ്കിൽ 1/4 കപ്പ് പാലൊഴിച്ചാൽ മതിയാവും. അത് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അത് ഇളക്കുക. ഒരു കട്ട കൂടി മാവെങ്ങും ഇരിക്കരുത്. അതിനായിട്ട് അത് നന്നായിട്ട് ഇളക്കി അത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ ബീറ്ററൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല, കണ്ടില്ലേ, സ്പൂൺ ഉപയോഗിച്ച് തന്നെയാണ് ഇളക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ആ കറുത്ത കുരുക്കൾ ഇളക്കുന്ന ആ ഏലക്കയുടെയാണ്. അതിനുശേഷം ഇതേപോലൊരു തട്ടം പാത്രം എടുക്കാം. ഒരു ലഞ്ച് ബോക്സ്, ഒരു പരന്നത് എടുത്തിട്ട്, അല്ലെങ്കിൽ ഇതേപോലെ പരന്ന് ഇച്ചിരി ഒരു പൊക്കമുള്ളത് വേണമെന്നുള്ള അതിനകത്ത് നമുക്ക് ഇതേപോലെ എണ്ണ തൂക്കി കൊടുക്കാം. എണ്ണ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യോ ബട്ടറോ തൂക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമ്മളെടുത്തത് മൈദയാണെങ്കിൽ മൈദാമാവ് എടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഗോതമ്പൊടി എടുത്തതുകൊണ്ട് ഗോതമ്പൊടി ഇട്ടിട്ട് മൊത്തത്തിൽ അതൊന്ന് പരത്തി കൊടുത്തതാണ്. എങ്ങും നമുക്ക് കട്ട പിടിച്ച ആ മാവ് ഇരിക്കരുത്, ഒരേ ഈവനായിട്ട് വേണം അത് മൊത്തത്തിൽ പടർത്താൻ. അതിനുശേഷം അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് ഒഴിക്കാം. ഈ മാവ് ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം ഞാനത് മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പം ഞാൻ മൊത്തത്തിൽ ഇതേ മിക്സ് ആക്കിയിട്ട് അമ്മയുടെ കുറച്ച് ഹെൽപ്പോടെ കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ ഒഴിച്ചതിന് ശേഷം ഇതേപോലെ റൗണ്ട് ചെയ്യുക. നന്നായിട്ട് റൗണ്ട് ചെയ്യണം. റൗണ്ട് ചെയ്ത് ബീറ്റ് ചെയ്യണം. കാരണം ഇതിങ്ങനെ താഴെ അടിക്കണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എയർ തങ്ങി നിൽപ്പൊക്കെയാണ്. അപ്പോൾ ആ എയർ കുമ്മളകളായിട്ട് വെളിയിലേക്ക് വന്ന് പോകണം. ഞാൻ അത്രയും ബീറ്റ് ചെയ്തില്ല, അതുകൊണ്ട് തന്നെ കേക്ക് ഉണ്ടാക്കിയ അവസാനം നിങ്ങൾക്ക് കാണാൻ കഴിയും ഗൈസ്, മൊത്തത്തിൽ കുറച്ച് ഇല്ല കുണ്ടും കുഴിയും പോലെ കുറച്ച് ഊട്ട പോലെ നല്ല കുമ്മളകൾ വന്നിട്ടുണ്ടായിരുന്നു. എനിവേ അത് മൊത്തം പോകുന്നിടം വരെ നിങ്ങൾ അടിക്കണം കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് ഒരു നോൺ സ്റ്റിക്ക് പാൻ, അതല്ലെങ്കിൽ ദോശക്കല്ലായാലും മതി, അതെടുത്ത് ഇതേപോലെ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. പ്രീ ഹീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീ കൂട്ടി വെച്ച് കത്തിച്ച് വെച്ച് അതൊന്ന് ചൂടാക്കിയതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ മാവ് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ആ മാവ് ഒഴിച്ച പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു കുറച്ച് ഹൈറ്റുള്ള ഒരു പാത്രം വെച്ചിട്ട് അടച്ചും കൂടെ കൊടുക്കാം. നമുക്ക് മൈദാമാവാണെങ്കിൽ നമുക്കൊരു 30 മിനിറ്റ് മതിയാവും. ഞാൻ ഇവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 40-35 മിനിറ്റ് അത്രയും വെച്ചായിരുന്നു. ആൻഡ് ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക് ഞാൻ ആ ഒരു കുഞ്ഞു ചൂടോടുകൂടി കട്ട് ചെയ്യുകയാണ്. ആൻഡ് ഇതിനകത്ത് ആ പൊങ്ങി കുറേ ഊട്ടകളുള്ളത് ഞാൻ പറഞ്ഞില്ലേ മുമ്പേ, കുമ്മളകൾ നമ്മൾ മൊത്തം അത്ര അടിച്ചളഞ്ഞില്ല, അതുകൊണ്ടാണ്. ആൻഡ് ഇത് ഞാൻ കാണിച്ചത് ഇതിന് പാലും കൂടെ ഒഴിച്ചിട്ട് നിങ്ങൾ കഴിക്കണം, നല്ല അലിഞ്ഞു പോകും, അത്രയ്ക്ക് സോഫ്റ്റാണ്, കണ്ടില്ലേ. അപ്പം നിങ്ങൾക്ക് വേണേൽ ശർക്കരയ്ക്ക് പകരം പഞ്ചാര പൊടിച്ചതും ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കളറ് വരത്തില്ല. ആൻഡ് അപ്പോൾ നല്ല കിടിലൻ കേക്ക് റെഡിയായി. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വീഡിയോസിലൂടെ കാണാം.